السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفر ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا داود إنا جعلناك خليفة في الأرض فاحكم بين الناس بالحق ولا تتبع الهوى فيضلك عن سبيل الله. إن الذين يضلون عن سبيل الله لهم عذاب شديد بما نسوا يوم الحساب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമൂഹത്തോട് അങ്ങേയറ്റം സ്നേഹവും കരുതലുമുണ്ടായിരുന്ന പ്രവാചകനായിരുന്നു എന്നും സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും അവരുടെ സ്വർഗപ്രവേശനത്തിനു വേണ്ടി തൻ്റെ ജീവിതകാലം മുഴുവൻ അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്ത, എല്ലാ നിലക്കുമുള്ള നന്മകൾ സമൂഹത്തെ പഠിപ്പിച്ച, ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുക എന്ന് കൃത്യമായി വരച്ചു കാണിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിൽ ഏറെ ഭയപ്പെട്ടിട്ടുള്ള, തൻ്റെ ഉമ്മത്തിൽ നടക്കാൻ സാധ്യതയേറെയുള്ള ഒരുപാട് കാര്യങ്ങൾ എണ്ണിപ്പഠിപ്പിച്ചു തരികയുണ്ടായി. അതിലൊന്നാമത്തേതായിരുന്നു കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ വിശദീകരിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടത് തൻ്റെ ഉമ്മത്തിൽ അവസാന കാലമെത്തിക്കഴിഞ്ഞാൽ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ഒരവസ്ഥാവിശേഷം തൻ്റെ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടു എന്നുള്ള ഹദീസുമായി ബന്ധപ്പെട്ട് ഇന്ന് സമൂഹത്തിൽ കടന്നു വന്നിട്ടുള്ള ഒരുപാട് തെറ്റായ വിശ്വാസങ്ങളും മതപുരോഹിതന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിലുള്ള ബഹുദൈവ വിശ്വാസികളെ എങ്ങനെയാണോ അവരുടെ വിശ്വാസം കൊണ്ടു നടക്കുന്നത്, അതേ വിശ്വാസത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടെത്തിച്ചിട്ടുള്ള വിവിധങ്ങളായ രൂപങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ വിശദമായി മനസ്സിലാക്കുകയുണ്ടായി. ഇനി അതിൽ രണ്ടാമത്തേത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിൽ ഏറെ ഭയപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ കാര്യമാണ് റിയാ എന്ന് പറയുന്നത്, ലോകമാന്യത എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് മുമ്പിൽ സൽക്കർമ്മങ്ങൾ പ്രകടിപ്പിക്കുകയോ അതല്ലെങ്കിൽ അത് നന്നാക്കി കാണിക്കുകയോ ചെയ്യുന്നതിനാണ് റിയാ എന്ന് പറയുന്നത്. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു നതദാകറുൽ മസീഹ ദജ്ജാൽ. ഞങ്ങൾ ദജ്ജാലിനെ കുറിച്ച് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളിലേക്ക് കടന്നു വന്നു.
ഞങ്ങളെല്ലാവരും ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി വരുന്നത്. ഫഖാല, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അല ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹിദ് ദജ്ജാൽ. ഞാൻ നിങ്ങളിൽ മസീഹുദ് ദജ്ജാലിനേക്കാൾ ഭയപ്പെടുന്ന കാര്യം അത് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാൻ. മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്നയും വരുന്ന സാഹചര്യങ്ങളും ഒക്കെ സ്വഹാബികളെ ചർച്ച ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് സ്വഹാബികളോട് ചോദിച്ചപ്പോൾ കാല ഞങ്ങൾ പറഞ്ഞു, കുൽന ബലാം, പ്രവാചകരാതെ ഞങ്ങൾ അറിയിച്ചു തന്നാലും. ഫഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അശ്ശിർകുൽ ഖഫീ, ഗോപ്യമായിട്ടുള്ള ശിർക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് പ്രവാചകൻ നിർത്തിയില്ല, വീണ്ടും അത് കൃത്യമായി പഠിപ്പിച്ചു തന്നു. അൻ തഖൂമ റജുലു യുസല്ലി ഫയുസയ്യിനു സ്വലാത്തഹു ലിമാ യറാ മിൻ നദരി റജുൽ. അതായത് ഒരു വ്യക്തി നമസ്കരിക്കുമ്പോൾ മറ്റൊരാൾ കാണിക്കുന്നതിനു വേണ്ടി അയാളുടെ നമസ്കാരത്തിന് ഭംഗി കൂട്ടുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ വിശദീകരിക്കുകയുണ്ടായി, രണ്ട് നിലക്ക് മനുഷ്യന്മാരിൽ ഷിർക്കുൽ ഖഫീ, ഗോപ്യമായിട്ടുള്ള ഷിർക്ക് സംഭവിക്കും എന്നുള്ളതാണ്. അതിന് ഉലമാക്കൾ ഉദാഹരണമായി എടുത്തു കൊടുക്കുന്നത്, ഒരാൾ പള്ളിയിലേക്ക് കയറുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ ഇരിക്കുന്നു, അവരവരുടെ ഇബാദത്തുമായി മുഴുകുന്നു എന്ന് കാണുമ്പോൾ അവരെ കാണിക്കുവാൻ വേണ്ടി ഒരാൾ നമസ്കാരം ഏറ്റവും നന്നാക്കിയിട്ട് തുടങ്ങുകയാണ്. തുടക്കം തന്നെ അവരെ കാണിക്കുന്നതിന് വേണ്ടി ഏറ്റവും ഭംഗിയുള്ളതായി അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അയാൾ നമസ്കരിക്കുന്നു. ഇങ്ങനെയുള്ളത് അയാളുടെ തുടക്കത്തിലെ എന്ത് ചെയ്യാണ്, അയാൾ ഷിർക്കുൽ ഖഫീ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അയാൾ ആരംഭിക്കുകയാണ്, ഒരു ആരാധനാ കർമ്മം നിർവഹിക്കുകയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അത് നന്നാക്കലാണ്, അതിന് ഭംഗി കൂട്ടലാണ്. അതായത് ഒരു മനുഷ്യൻ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു വ്യക്തി പള്ളിയിലേക്ക് കയറി എന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾ നമസ്കരിക്കുമ്പോൾ പൂർണ്ണമായ ഇഖ്ലാസോടു കൂടിയിട്ടാണ് തുടങ്ങിയത്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്, അദ്ദേഹം നമസ്കാരത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത്. പക്ഷേ പകുതിയിൽ വെച്ച് ഒരു മനുഷ്യനെ പള്ളിയിലേക്ക് കയറി വരുന്നത് കാണുന്നതോടുകൂടി അയാൾ ആ നമസ്കാരത്തിന് ഒന്നുകൂടി ഭംഗി കൂട്ടുന്നു, ഒന്നുകൂടി സൂക്ഷ്മത വരുത്തുന്നു. അപ്പോൾ അയാൾ ആ നിമിഷത്തോടു കൂടി എന്ത് ചെയ്യാണ്, അയാളുടെ ആ നമസ്കാരത്തിൽ ഷിർക്കുൽ ഖഫീ കടന്നു വരുന്നു എന്ന് പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ മഹ്മൂദ് ഇബ്നു ലബീദ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഷിർക്കുൽ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഖാലു, ഞങ്ങൾ ചോദിച്ചു, വമശ്ശിർകുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, റസൂല എന്താണ് ഷിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ, ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല, അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർരിയ, അത് ലോകമാന്യതയാണ് എന്ന്, ലോകമാന്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു തന്നു. യഖൂലുല്ലാഹു അസ്സ വജല്ലഹും യൗമൽ ഖിയാമത്തി ഇദാ ജുസിയൽ നാസു ബിഅഅമാലിഹിം. അവിടേക്ക് ജനങ്ങൾ അവരുടെ അമലുകൾക്കുള്ള പ്രതിഫലം നാളെ പരലോകത്ത് അവർ കൈപ്പറ്റിയതിനു ശേഷം എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റിയാ ചെയ്തിട്ടുള്ള ആളുകളോട് ചെന്നു പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ ഫൻദുർ ഹൽ തജിദൂന ഇൻദഹും ജസാഅ. നിങ്ങൾ എന്ത് ചെയ്യുക, വിശ്വാസികളായിട്ടുള്ള അമലുകൾ ചെയ്തിട്ടുള്ള മുഴുവൻ വിശ്വാസികൾക്കും അവരുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊടുക്കുമ്പോൾ റിയാവോടുകൂടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കരിച്ച, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഖുർആൻ ഓതിയ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സ്വതക്ക കൊടുത്തിട്ടുള്ള, അങ്ങനെ മറ്റുള്ളവർക്കിടെ മതിപ്പും പ്രീതിയും പ്രശസ്തിയും പിടിച്ചു പറ്റുന്നതിന് വേണ്ടി അമലുകൾ ചെയ്തിട്ടുള്ള ആളുകളോട് പറയും, ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അമലുകൾ ചെയ്തത് അവരെടുത്ത് പോയിക്കൊള്ളുക, വല്ല പ്രതിഫലവും ഉണ്ടോ എന്ന് അന്വേഷിച്ചു കൊള്ളുക, നിങ്ങൾക്ക് റബ്ബിൻ്റെ അരികിൽ നിന്ന് പ്രതിഫലമില്ല എന്ന്. അപ്പോൾ അവരുടെ നമസ്കാരം റബ്ബ് സ്വീകരിക്കുകയില്ല, അവരുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുകയില്ല, അവരുടെ മറ്റു ആരാധനാ കർമ്മങ്ങൾ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നർത്ഥം.
അതുകൊണ്ട് നമ്മൾ ഏതേത് ഇബാദത്തുകൾ ചെയ്യുന്നുവോ അതിൻ്റെ പിന്നിൽ പൂർണ്ണമായും റബ്ബിൽ നിന്നുള്ള പ്രതിഫലം മാത്രമായിരിക്കണം. ഒരാളെ കാണുമ്പോൾ അതിന് ഭംഗി കൂട്ടുന്ന, ഒരാളെ കാണുമ്പോൾ അതിന് മോടി പിടിപ്പിക്കുന്ന, ഒരാളെ കാണുമ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ പേരും പ്രശസ്തിയും കിട്ടുന്നതിന് വേണ്ടി, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതിന് വേണ്ടി ഒരു നന്മയും നമ്മൾ പ്രവർത്തിക്കരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിൽ ഏറെ ഭയപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് റിയാ എന്ന് പറയുന്നത്. മൂന്നാമത്തെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമൂഹത്തിൽ ഏറെ ഭയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഭൗതിക കാര്യങ്ങളിൽ മത്സര്യം കാണിക്കുക എന്ന് പറയുന്നത്, ദുനിയാവിൻ്റെ വിഷയങ്ങളിൽ മത്സരിക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഏറെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. മരണസമയത്തു വരെ ഏറെ ദാരിദ്ര്യത്തിലായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണരംഗങ്ങൾ വിശദീകരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാരിദ്ര്യത്തെ ഭയപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഉമ്മത്തിന് ദാരിദ്ര്യം വരുമോ എന്നുള്ള ഒരു ഭയപ്പാട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല. മറിച്ച് സമ്പത്തും സൗകര്യങ്ങളും കൊണ്ടുള്ള പരീക്ഷണങ്ങളിൽ അവർ പരാജയപ്പെടുമോ എന്നുള്ളതായിരുന്നു അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഭയപ്പെട്ടത് എന്നുള്ളതാണ്. عن كعب بن عياض قال سمعت النبي صلى الله عليه وسلم يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്നതൻ, ഓരോ ഉമ്മത്തിനും പരീക്ഷണമുണ്ട്. വഫിത്നതു ഉമ്മതി അൽ മാൽ, എൻ്റെ ഉമ്മത്തിൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത് അത് സമ്പത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ ദാരിദ്ര്യമല്ല, സമ്പത്ത് കുമിഞ്ഞുകൂടിയിട്ട് ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ കൂടിയിട്ട് അതിൽ മതിമറന്നുകൊണ്ട് താൻ നിർവഹിക്കേണ്ട ആരാധനാകർമ്മങ്ങളിൽ നിന്ന് പിറകോട്ടു പോകുന്ന, തൻ്റെ യഥാർത്ഥ ലക്ഷ്യം മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഏറെ ഭയപ്പെടുന്നത് എന്നുള്ളത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിച്ചിരുന്നു. ഫവല്ലാഹി ലൽ ഫഖറ അഖ്ശാ അലൈക്കും, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവാണേ ദാരിദ്ര്യത്തിന് നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നില്ല, നിങ്ങൾക്ക് ദാരിദ്ര്യം പിടിപെടുമെന്ന് ഞാൻ ഭയക്കുന്നില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാകിൻ, പക്ഷേ അഖ്ശാ അലൈക്കും അയ്യുബസത അലൈക്കുമുദ് ദുനിയ കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും, മറിച്ച് എന്താ പ്രവാചകൻ ഭയപ്പെടുന്നത്? മുൻഗാമികൾക്ക് വിശാലമാക്കപ്പെട്ടതുപോലെ സമ്പത്തിനെ നിങ്ങളുടെ മേൽ വിശാലമാക്കപ്പെടുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. മുൻഗാമികൾക്ക് ധാരാളം സമ്പത്ത് കൊടുത്തിട്ടുണ്ട് എന്നതുപോലെ നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് കിട്ടുന്നതിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നത്. എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അങ്ങനെ സമ്പത്ത് വർദ്ധിച്ചതിൽ അവർ മത്സരിക്കുന്നത് പോലെ നിങ്ങളും മത്സരിക്കും, അങ്ങനെ അവരെ അള്ളാഹു നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കുമെന്നുള്ളതാണ്. അതായത് ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമത്താലോ അതേപോലെ തന്നെ അമിതമായ താല്പര്യത്തിൻ്റെ പേരിൽ മനുഷ്യന്മാർ പരസ്പരം പോരടിക്കുന്ന, മനുഷ്യന്മാർ പരസ്പരം തമ്മിൽ തല്ലുകൂടുന്ന, അക്രമങ്ങളും കൊലപാതകങ്ങളും നടക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകും. അതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ വ്യാപകമാകും. അത് ഞാൻ ഏറെ ഭയപ്പെടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരസ്പരം പെരുമ നടിക്കുന്നത്, തൻ്റെ കൂടപ്പിറപ്പുമായി തല്ലുകൂടുന്നത് സ്വത്തിൻ്റെ പേരിലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. വാപ്പാനെ നോക്കുന്നതിൻ്റെ പേരിൽ, ഉമ്മനെ നോക്കുന്നതിൻ്റെ പേരിൽ മക്കൾ തമ്മിൽ അടികൂടുന്ന, അല്ലെങ്കിൽ വർത്താനുണ്ടാക്കുന്ന എത്ര വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നേരെ മറിച്ച് സമ്പത്തിൻ്റെ പേരിൽ വാപ്പയുടെ അനന്തര സ്വത്ത് വീതിക്കുന്നതിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ സ്വന്തം കൂടപ്പിറപ്പിങ്ങൾ കച്ചല കൂടിയിട്ടുള്ള, അതല്ലെങ്കിൽ പരസ്പരം വാക്കുവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത് സമ്പത്തിൻ്റെ പേരിലാണ് എന്നുള്ളത് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, മാ അഖ്ശാ അലൈക്കുമുൽ ഫഖർ, ഞാൻ നിങ്ങളിൽ ദാരിദ്ര്യം ഭയക്കുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളിൽ ഏറെ ഭയപ്പെടുന്നത്. വമാ അഖ്ശാ അലൈക്കുമുൽ ഖത, അതേപോലെ തന്നെ നിങ്ങളിൽ തെറ്റു സംഭവിക്കുന്നതിനെയല്ല ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റു സംഭവിക്കുന്നതിനെ അല്ല ഞാൻ ഭയപ്പെടുന്നത്. വലാകിൻ, എന്നിട്ട് റസൂൽ പറയാണ്, അഖ്ശാ അലൈക്കുമുൽ തഅമ്മുദ,
അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, നിങ്ങൾ ബോധപൂർവം തെറ്റു ചെയ്യുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. തെറ്റുകൾ മനുഷ്യനാണ്, തെറ്റു സംഭവിക്കും, സ്വാഭാവികമാണ്. പക്ഷേ ബോധപൂർവം തെറ്റു ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾ ഭയപ്പെടുന്നത്. നിങ്ങൾ ദാരിദ്ര്യത്തിലെയല്ല ഞാൻ ഭയപ്പെടുന്നത്, നിങ്ങൾ സമ്പത്തിൻ്റെ പേരിൽ പരസ്പരം പെരുമ നടിക്കുന്ന ഒരവസ്ഥാവിശേഷം നിങ്ങളിൽ ഉണ്ടാകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ? ഒരു ജോലിക്ക് വേണ്ടി വിദേശ രാജ്യത്തേക്ക് കയറി വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ അവൻ കൃത്യമായി നമസ്കരിക്കുന്നു, 5 വക്ത് പള്ളിയിൽ പോയി ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ജോലി മാസങ്ങളായി 2ാമത്തെയും 3ാമത്തെയും വിസിറ്റ് പുതുക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. ഒരു ജോലി മതി റബ്ബേ എന്ന് റബ്ബിനോട് കെഞ്ചു പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളെ നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും അല്ലേ? പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും സാലറി കിട്ടുമ്പോൾ അതുകൊണ്ട് റബ്ബിൽ ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ അതിന് ചെലവഴിക്കുമ്പോൾ, റബ്ബ് ഇഷ്ടപ്പെടാത്ത ആഘോഷങ്ങൾക്ക് വേണ്ടി പോയി നിന്നു കൊടുക്കുമ്പോൾ, നിനക്ക് ഈ ജോലി കിട്ടിയതിൻ്റെ പിന്നിൽ 5 വക്ത് പള്ളിയിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ റിസൾട്ടാണ് എന്നത് നീ മറക്കരുത് എന്ന് പറയുമ്പോൾ, എൻ്റെ ശമ്പളം, എനിക്ക് കിട്ടുന്ന ജോലി ഞാൻ അധ്വാനിച്ച് കിട്ടിയതാണ്, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെലവഴിക്കുമെന്ന ഫഖറിൻ്റെ കിബറിൻ്റെ വർത്തമാനം പറയുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ കിട്ടുന്നത് വരെ റബ്ബിനെ വേണം. കിട്ടിക്കഴിഞ്ഞാൽ റബ്ബ് തരുന്നതാണ് സമ്പത്ത്. ആ സമ്പത്ത് കൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ ചെലവഴിച്ചിട്ട് പറയുന്നു, നിന്റെ സമ്പത്ത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കണതാ, അതുകൊണ്ട് അത് എവിടെ ചെലവഴിക്കണമെന്നും അത് ആർക്കൊക്കെ കൊടുക്കണമെന്നും ഞാൻ തീരുമാനിക്കുമെന്ന് പിന്നെ ഗർവിൻ്റെ വർത്തമാനം പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമ്പത്ത് ജീവിതത്തിൽ വർദ്ധിക്കുമ്പോൾ അത് കൃത്യമായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ സ്വതക്ക കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാത്തിടത്തോളം കാലം അവനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്നുള്ളത് ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ നമ്മളെ പിന്നെ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. 4ാമത്തേത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമൂഹത്തിൽ ഭയപ്പെട്ടിട്ടുള്ള 4ാമത്തെ കാര്യമാണ് സ്വവർഗരതി എന്ന് പറയുന്നത്. സ്വവർഗരതി എന്ന് പറയുന്നത് ഇന്ന് അതിനു വേണ്ടിയിട്ട് 6 ആളുകൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും. അൻ ജാബിരിൻ ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മതി അമലു ഖൗമി ലൂത്തിൻ. അല്ലേ, എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ലൂത്ത് സമുദായം ചെയ്തിട്ടുള്ള തിന്മയാണ്, സ്വവർഗരതിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൊരുപാട് ഗേകളെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ലെസ്ബിയൻ ചിന്താഗതിയുമായി അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും അല്ലേ? എന്നിട്ട് ഇത്തരം ആളുകളൊക്കെ ഇസ്ലാമിൻ്റെ ആശയാദർശത്തെ മുന്നോട്ട് പിന്നെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന, ഇത്തരം വഴിവിട്ട ബന്ധങ്ങൾ പാടില്ലെന്ന് പറയുന്ന ആളുകൾ 6ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണ് എന്ന് പറയുമ്പോൾ, ആ വണ്ടി കിട്ടാത്തവർ അന്ന് അവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ അതേ ആശയാദർശം കൊണ്ട് 2026 നിൽക്കാനും ജീവിക്കാനും മുസ്ലിം ഉമ്മത്തിന്റെ ആദർശങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന വിശ്വാസികൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഇത്തരം ആളുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ 2026 നിന്ന് 6ാം നൂറ്റാണ്ടും കഴിഞ്ഞ് അതിൻ്റെ മുമ്പുള്ള ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തിലേക്ക് ഉണ്ടായിരുന്ന ആ മ്ലേച്ഛതയിലേക്ക് വണ്ടി വിളിച്ചു പോകുന്ന, ഇത്രയോ നികൃഷ്ടമായിട്ടുള്ള നീചമായ പ്രവർത്തികൾ നടത്തുന്ന, അത്തരം അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകളെയാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ 7ാം അധ്യായം സൂറത്ത് അഅറാഫിലെ 80-81 ആയത്തുകളിലൂടെ കൃത്യമായി അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതതൂനൽ ഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് പോയി പറയുകയുണ്ടായി അല്ലേ, ഇതുവരെ ലോകത്താരും ചെയ്യാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടം വരെ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുള്ള ഒരു മനുഷ്യന്മാരും ചെയ്യാത്ത വലിയ തിന്മയാണ് കൂട്ടരെ നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണമെന്ന് ആ തിന്മക്കെതിരെ 1ാമത്തെ ശബ്ദം ലൂത്ത് നബി അലൈഹിസ്സലാമയുടേതായിരുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. തീർന്നില്ല, എന്നിട്ട് എന്താ പറഞ്ഞത്? ലൂത്ത് നബി അലൈഹിസ്സലാം ഇന്നകും തഅതൂന الرجال ശഹ്വതൻ മിൻ ദൂനിൻ നിസാ, നിങ്ങൾ
ശഹവത്തോടുകൂടി ലൈംഗിക ചൊയയോടുകൂടി നിങ്ങളുടെ വികാര ശമനിപ്പിക്കുന്നതിനു വേണ്ടി പെണ്ണുങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ നിങ്ങൾ ആണുങ്ങളുടെ അരികിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. അത് വല്ലാത്തൊരു അതിരുകവിച്ചലാണ് എന്ന് കൃത്യമായി കൊണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. എന്തുണ്ടായത്? അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ആ ശിക്ഷയെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് ലിവാത്ത് എന്നുള്ളതാണ്, അല്ലെ? ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമൂഹം ചെയ്തിട്ടുള്ള ആ ലിവാത്ത് ഇന്ന് സമൂഹം അതിനുവേണ്ടി അവകാശവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ റസൂൽ പറഞ്ഞത്? എൻ്റെ ഉമ്മത്തിൽ ഞാനേറെ ഭയപ്പെടുന്നത് ഇപ്പണിയാണെന്നുള്ളതാണ്, അല്ലെ? ഇന്ന് എത്ര ആളുകൾ മുസ്ലിം നാമധാരികളായിട്ടുള്ള എത്ര ആളുകൾ പെണ്ണും തൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് വിവാഹിതരായി ജീവിക്കുന്നു. ആണും അങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ എത്രയോ നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. പണ്ട് കാലങ്ങളിൽ യൂറോപ്പിൽ നിന്ന് കേട്ടിരുന്ന, സ്വീഡനിൽ നിന്നും സ്വിറ്റ്സർലാൻഡിൽ നിന്നും കേട്ടിരുന്ന വാർത്തകൾ അത് ഇന്ത്യയുടെ ഏതോ കോണുകളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളായിട്ടുണ്ട് എങ്കിൽ ഇന്ന് അവനവൻ്റെ വീട്ടിൽ നിന്ന് വരെ കേൾക്കുന്ന വാർത്തയായി അത് മാറിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാ. ഈ ഉമ്മത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാണ് സ്വവർഗരതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താ? വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, അവരവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതല്ലാതെ നിൽക്കുന്നവർ അവർ അതിരുകൾ വിട്ടവരാണ്, അതേപോലെ തന്നെ അതിക്രമകാരികളായിട്ടുള്ളവരാണ്, മോശപ്പെട്ടവരാണ് എന്നും തെമ്മാടികളാണ് എന്നും പോക്കിരികളാണ് എന്നുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ കുറിച്ച് പണ്ഡിതന്മാർ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താ ഉണ്ടായത്? ഇത്തരം തൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തികച്ചും വെറുത്തിട്ടുള്ള പാടില്ലെന്ന് പറഞ്ഞ ഈ തിന്മയുമായി നടന്ന സമൂഹത്തിന് എന്താ ഉണ്ടായത്? അവിടുന്ന് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ അരികിലേക്ക് മലക്കുകൾ കടന്നു വരികയും അവിടുന്ന് സൽക്കരിക്കുകയും ചെയ്തപ്പോൾ തൻ്റെ ഭാര്യയുടെ കൃത്യമായ നിർദ്ദേശപ്രകാരം ആ സമൂഹത്തിലെ ആണുങ്ങൾ ഈ മലക്കുകളെ തൻ്റെ ശാരീരിക സുഖത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കടന്നു വരികയും വല്ലാത്ത അസ്വസ്ഥനായി ഇനി വല്ലാത്ത പ്രയാസത്തിലേക്കാണ് ലൂത്ത് നബി അലൈഹിസ്സലാം പോകുന്നത് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ മലക്കുകളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് നാട് കടക്കണമെന്നും തൻ്റെ കുടുംബത്തോടൊപ്പം വേഗം ഇവിടുന്ന് പോകണമെന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യരുതെന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമയോട് മലക്കുകൾ പറയുന്നത് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവേരോടുകൂടി പൊക്കുകയും അങ്ങനെ ആകാശത്തോളം ഉയർത്തി എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അതിനെ മറിച്ചിടുകയും അതേപോലെ തന്നെ അവർക്ക് മീതെ ചുട്ടുപൊള്ളുന്ന ചൂളകൾ കൊണ്ട് അതും അടയാളം വെക്കപ്പെട്ടിട്ടുള്ള ചില തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേരുകൾ എഴുതിയിട്ടുള്ള ചൂളകൾ തന്നെ അവരുടെ മേൽ വർഷിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിന് തൊട്ടു മുമ്പ് അവരുടെ എല്ലാവരുടെയും കാഴ്ചകൾ നഷ്ടപ്പെട്ടിരുന്നു എന്നും എന്നിട്ട് പോലും തൻ്റെ ഇത്തരം ചിന്താഗതികളും ആഗ്രഹങ്ങളും അടക്കി വെക്കാൻ ആ സമൂഹം തയ്യാറായിട്ടില്ല എന്നും അവിടെ അവരുടെ ചരിത്രം വായിക്കുന്നിടത്ത് പ്രിയമുള്ളവരെ വായിച്ചെടുക്കാൻ കഴിയും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്മേൽ മറിച്ചിട്ടുള്ള ഇത്രമാത്രം ഗുരുതരമായിട്ടുള്ള ആ തിന്മ ഇന്നതിന് അവകാശവാദം പിടിക്കുന്ന ആളുകൾ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ അവർ അത്തരം ശബ്ദങ്ങൾ ഉയരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. മക്കളെ നമ്മുടെ ഈ വിഷയത്തിൽ കൃത്യമായ അവബോധം നമുക്ക് കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. ഇന്ന് സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും ഇത്തരം ചിന്താഗതികളും ഇത്തരം കാര്യങ്ങളും കുട്ടികളിൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള പലതും കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഇത്തരം പ്രവണതയിലേക്ക് മക്കളെ ചേർത്തു പിടിക്കുന്ന കൊണ്ടുവരുന്ന ഇത്തരം കഴുക കണ്ണുകളെ നമ്മൾ കരുതിയിരിക്കണമെന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ. 3 തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ആ ഒരു അമൽ, ആ ജനത ചെയ്ത അമലുണ്ടല്ലോ, ആ പണി സ്വവർഗരതി ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് 3 തവണയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്. അത്രമേൽ ഗൗരവമായിട്ടുള്ള പാപമാണത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ മൻ വജത്തുമൂഹു യഅമലു അമില ഖൗമി ലൂത്തിൻ ഫഖ്തുലൂ അൽ ഫാഇല വൽ മഫ്ഊല ബിഹി.
ആരെങ്കിലും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമൂഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫഖ്തുലൂ, നിങ്ങൾ അവരെ കൊല്ലണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ? അൽ ഫാഇല, അത് ചെയ്യുന്നവരെ, വ മഫ്ഊലുൻ ബിഹി, അതിന് വഴങ്ങിക്കൊടുക്കുന്നവരെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്കറിയാം, ഒരു സമൂഹത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അത് വിവാഹം കഴിഞ്ഞവനാണ് എങ്കിൽ എറിഞ്ഞുകൊല്ലണം, വിവാഹം കഴിയാത്തവനാണ് എങ്കിൽ അവന് 100 അടിയടിക്കുകയും നാട് കടത്തുകയും ചെയ്യണം. എന്നാൽ പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചു തന്നു, സ്വവർഗരതി ചെയ്തിട്ടുണ്ട് എങ്കിൽ അവനെ കൊല്ലണമെന്നുള്ളതിൽ ഒരു അഭിപ്രായ വ്യത്യാസം പണ്ഡിത ലോകത്തില്ല. പിന്നെ എങ്ങനെ കൊല്ലണമെന്നുള്ളതിലാണ് പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളത്. നേരെ മറിച്ച് അവനെ കൊന്നുകളയണമെന്നുള്ളതാണ്. ആര് കൊല്ലണം? അതിനധികാരമുള്ള ഭരണാധികാരികൾ അത് മുൻകൈയെടുക്കണമെന്ന് പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്രമേൽ ഗൗരവമുള്ള പാപമാണ് സ്വവർഗരതി എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മത്തിൽ ഏറെ ഭയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഒരു വ്യക്തിയിൽ അത്തരം സ്വവർഗരതി ഒരു വ്യക്തിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത്തരം കാര്യങ്ങളിലൂടെ ഒരു വ്യക്തി നടന്നു പോവുകയാണെങ്കിൽ, മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. 10ഓളം അപകടങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ഖില്ലത്തുൽ ഹയ, ലജ്ജ അവന് നഷ്ടപ്പെടും. അവന് ലജ്ജ എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാനും എൻ്റെ സുഹൃത്തിയായിട്ടുള്ള പെണ്ണും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് മുസ്ലിം നാമധാരികളായിട്ടുള്ള 2 പെൺകുട്ടികളും അതേപോലെ തന്നെ പുരുഷന്മാരും വന്നു പറയുന്നതിൽ ഒരു ഉളുപ്പുമില്ലാതെ സമൂഹത്തിന് മുമ്പിൽ പച്ചക്ക് വന്നു പറയുന്നു. ഉളുപ്പുകെട്ട ഒരു സമൂഹമായിരിക്കും അത്തരം ആളുകളെന്ന് പണ്ഡിതന്മാർ പ്രത്യേകമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. സൂഉൽ ഖുൽഖ്, അവർ മോശപ്പെട്ട സ്വഭാവക്കാരായിരിക്കും. അതേപോലെ തന്നെ ബദാഅത്തുൽ ലിസാൻ, അതേപോലെ തന്നെ വൃത്തികേടുകൾ പറയുന്നവരായിരിക്കും. അതേപോലെ തന്നെ ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം കടുത്തുപോയവരായിരിക്കും. ഇൻഇയാദുർ റഹ്മ, കാരുണ്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരായിരിക്കും. അതേപോലെ തന്നെ പൗരുഷം നഷ്ടപ്പെട്ടവരായിരിക്കും. ധൈര്യമില്ലാത്തവരും തൻ്റെ ഇടമില്ലാത്തവരും ഇസ്സത്തില്ലാത്തവരും ആദരവില്ലാത്തവരും അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കും. 8 നഷ്ടബോധമില്ലാത്ത ആളുകളായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിശ്ചയദാർഢ്യമില്ലാത്തവരായിരിക്കും എന്നുള്ളതാണ്. 9ാമത്തേത്, അപമാനമില്ലാത്ത ആളുകളായിരിക്കും. അവർക്കതൊരു അഭിമാനത്തോടു കൂടി നടക്കുന്നവരായിരിക്കും. 10ാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞു, ശാരീരികമായ മോശകരമായ രോഗങ്ങൾക്ക് അവർ അടിമകളായിരിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും വിശുദ്ധ ഖുർആനിലൂടെയും വ്യഭിചാരത്തിനും അതേപോലെ തന്നെ സ്വവർഗരതിക്കും അൽ ഫാഹിഷത്ത് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു സമൂഹത്തിൽ ഫാഹിഷത്ത് പെരുകിക്കഴിഞ്ഞാൽ, അതായത് വ്യഭിചാരവും സ്വവർഗരതിയുമൊക്കെ ഒരു സമൂഹത്തിൽ പെരുകിക്കഴിഞ്ഞാൽ പ്ലേഗ് രോഗവും അങ്ങനെ പോലെയുള്ള പകർച്ചാരോഗങ്ങളും മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങൾ വരെ സമൂഹത്തിൽ പടർന്നു പന്തലിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചെറുപ്പം മുതലേ നമ്മളെ കുട്ടികൾ അത് ശീലിപ്പിക്കാൻ, കൃത്യമായി ഇതിനെക്കുറിച്ച് അവബോധം കൊടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട് പലതും കണ്ണടക്കരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മര്യാദകൾ പഠിപ്പിച്ചു തന്നു. 10 വയസ്സായി കഴിഞ്ഞാൽ ഒരു വിരിപ്പിൽ നിങ്ങൾ കടത്തരുത്. സ്വന്തം ജ്യേഷ്ഠനാണെങ്കിലും അനുജനാണെങ്കിലും കുട്ടികളെ അവർ 2 വിരിപ്പിലേക്ക് മാറ്റണം. ഒരിക്കലും മാതാപിതാക്കളുടെ കൂടെ കിടത്തരുത്, അവരെ മാറ്റിക്കിടത്തണം. ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ചെറുപ്പത്തിലെ നമ്മൾ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, അത്തരം അവബോധങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം കെണികളിൽ നമ്മുടെ മക്കൾ പെടാതിരിക്കുകയുള്ളൂ. അതല്ലാത്തിടത്തോളം കാലം ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പലതും കാണിച്ചുകൊണ്ട് അവിടുന്ന് കണ്ണടച്ച് അതേപോലെ തന്നെ കയ്യും കാണിച്ച് അവരെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും ഇത്തരം ചിന്താഗതികളിലേക്ക് എത്തിപ്പെടുമെന്നുള്ളത് ആ തിരിച്ചറിവുണ്ടാവുക. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഒരു തർബിയത്ത് കൊടുത്തുകൊണ്ട് ഒരു കുട്ടിയെ എങ്ങനെ വളർത്തി വലുതാക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു വീട്ടിൽ 2 ആണുങ്ങളും 3 ആണുങ്ങളും കുട്ടികൾ 4ഉം 5ഉം 10ഉം ആകട്ടെ, അവരോരോരുത്തരെയും ഓരോ പ്രായത്തിൽ എങ്ങനെയാണ് വളർത്തി വലുതാക്കേണ്ടതെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. അതേ രൂപത്തിൽ വളർത്തി വലുതാക്കാൻ നമ്മൾ തയ്യാറാകണം. അതല്ലത്തിടത്തോളം കാലം ഇത്തരം അപകടങ്ങൾ സമൂഹത്തിൽ പെരുകിയിട്ടുണ്ട്. അതിലൊരു പക്ഷേ നമ്മുടെ മക്കളും അകപ്പെട്ടു പോകുമെന്നുള്ള തിരിച്ചറിവുണ്ടാവുക. 5ാമത്തേത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മത്തിൽ ഭയപ്പെട്ടിട്ടുള്ളത് മതത്തിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്ന ആളുകളാണ്. അതായത് ദീനിലില്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ആളുകളെ
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിട്ടുണ്ട്, കരുതണമെന്ന് അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യകൂനു ഫീ ആഖിരി സമാൻ ദജ്ജാലൂന കദ്ദാബൂൻ യഅതൂനകും മിനൽ അഹാദീഥി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും ലാ യുദില്ലൂനകും വലാ യഫ്തിനൂനകും. അവസാന കാലത്ത് കള്ളന്മാരായിട്ടുള്ള ദജ്ജാലുകൾ വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേൾക്കാത്ത വർത്തമാനങ്ങളുമായിട്ടായിരിക്കും അവർ കടന്നു വരുന്നത് എന്നും അവരെ നിങ്ങൾ കഴുതിയിരിക്കണമെന്നും അവർ നിങ്ങളെ വഴിപിഴപ്പിക്കുമെന്നും കുഴപ്പത്തിലാക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവരെ നിങ്ങൾ സൂക്ഷിക്കുക. ബിദ്അത്തിന്റെ ആളുകളെ നിങ്ങൾ കരുതിയിരിക്കണം. ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ആശയാദാർശങ്ങൾ ഉമ്മത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അത്തരം മതപുരോഹിതന്മാരെ നിങ്ങൾ കരുതിയിരിക്കണം. റസൂല് പറഞ്ഞത് കള്ളന്മാരാണ് എന്നുള്ളതാണ്, ദജ്ജാലുകളാണ് എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഒരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എങ്കിൽ അതിനെതിരെ ആരു പറഞ്ഞാലും ശരി, അത് നമ്മൾ അവഗണിക്കുകയാണ് വേണ്ടത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഓരോന്നും സമൂഹത്തിലെ ഓരോന്നും എടുത്ത് പരിശോധിച്ചു നോക്കുക. ഏറ്റവും ചുരുങ്ങിയത് പ്രിയമുള്ളവരെ, സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ, പിന്നെ ഏറ്റവും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഏറ്റവും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ നബിദിനം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 63 കൊല്ലക്കാലത്തിൽ എത്ര തവണ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജന്മദിനം ആഘോഷിച്ചു. അതേപോലെ തന്നെ ഖലീഫമാര് മാറി ഭരണം നടത്തി, അവരെത്ര പേര് ഇത് ആഘോഷിച്ചു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഇത് സമൂഹത്തിൽ പിന്നെ 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമായി സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ സഹാബാക്കളുടെ പേരിലും അവരാഘോഷിച്ചു എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് സമൂഹത്തെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം കള്ളന്മാരെ നിങ്ങൾ കരുതിയിരിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ദീനിൽ ഒരു കാര്യം പറയുമ്പോൾ ഇത് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതാണോ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ട് അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് കേട്ടുപഠിച്ച സ്വഹാബാക്കൾ ഇത് നിർവഹിച്ചിട്ടുണ്ടോ എങ്കിൽ ഞാനും നിർവഹിക്കും. ഇല്ലാത്തിടത്തോളം കാലം എൻ്റെ ഉപ്പ നിർവഹിച്ചാലും ശരി, എനിക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദന്മാർ നിർവഹിച്ചാലും ശരി, ഞാനത് ചെയ്യില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് ബിദ്അത്തായ കാര്യങ്ങൾ നമുക്കറിയാം. ശഅബാൻ മാസത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശഅബാൻ 15-ന് പ്രത്യേക നോമ്പെടുക്കുന്നു. അന്ന് 100 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി സമൂഹത്തെ പഠിപ്പിക്കുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു നമസ്കാരം അത് പഠിപ്പിച്ച് തന്നിട്ടില്ല. പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചു തന്നു. അത് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ തടയണം. അത്തരം ആളുകൾ ബിദ്അത്തിന്റെ ആളുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇല്ലാത്ത കള്ള ഹദീസുകൾ സമൂഹത്തിൽ പറഞ്ഞു പഠിപ്പിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് ബിദ്അത്തുകൾ. പ്രിയമുള്ളവരെ, 5 വക്ത് ബാങ്ക് കേൾക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിന് മുമ്പൊരു സ്വലാത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതായിട്ട് നമുക്കിവിടെയും രേഖകൾ കാണാൻ കഴിയുകയില്ല. നേരെ മറിച്ച് ബാങ്കിന് ശേഷം സ്വലാത്തുണ്ട് എന്നും അതിനുശേഷം ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന നിർവഹിക്കണമെന്നും കൃത്യമായ സ്വഹീഹായ ഹദീസുണ്ട്. പക്ഷേ ബാങ്കിന് മുമ്പൊരു സ്വലാത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് പൂർവികരായിട്ടുള്ള പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ അവർ കൃത്യമായി പഠിപ്പിച്ചു തന്നു. അത് ബിദ്അത്താണ്, നിങ്ങൾ അത് വെടിയണമെന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ബിദ്അത്തുകളെ നമ്മൾ കരുതിയിരിക്കണം. അത്തരം ആളുകൾ പല ഹദീസുകളുമായി കടന്നു വരുമ്പോൾ ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ദീനിന്റെ പേരിൽ പലതും പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ കരുതിയിരിക്കുക. ആരെന്തു പറയുന്നത് കേട്ടാലും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ഒരു സ്വഭാവമല്ല നമുക്ക് വേണ്ടത്. ദുനിയാവിൻ്റെ വിഷയത്തിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, മക്കളെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കുമ്പോൾ, അതേപോലെ തന്നെ ഒരു ജോലിയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ ഉപയോഗിച്ച്, നമുക്ക് കിട്ടാവുന്ന സോഴ്സുകൾ ഉപയോഗിച്ച് ഏറ്റവും മുന്തിയത് തിരഞ്ഞെടുക്കുമെങ്കിൽ പ്രിയമുള്ളവരെ, ആഖിറത്തിന്റെ വിഷയത്തിൽ, സ്വർഗത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കൃത്യമായി പഠിച്ചുകൊണ്ട് തീരുമാനിക്കാൻ ആരെങ്കിലും പറയുന്നത് അങ്ങനെ കേൾക്കുന്നതിൽ നിന്നു പകരം ഇത് ശരിയാണോ, ഇത് പ്രമാണബദ്ധമാണോ, അള്ളാഹിന്റെ റസൂൽ നിർവഹിച്ചിട്ടുണ്ടോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ടേ പ്രിയമുള്ളവരെ ഒരു അമല് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാവൂ എന്നാണ് സൂചിപ്പിക്കുന്നത്.
ആറാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമൂഹത്തിൽ ഭയപ്പെട്ടുള്ളത് ദേഹേച്ഛയെ പിന്തുടരുക എന്നുള്ളതാണ്. ഇന്നമാ അഖ്ശാ അലൈക്കും ശഹ്വതൽ ഗയ്യി ഫീ ബുതൂനിക്കും വഫുറൂജിക്കും വമുദില്ലാത്തിൽ ഹവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഞാൻ നിങ്ങളിൽ ഭയക്കുന്നത് നിങ്ങളുടെ വയറിനാലും ഗുഹ്യാവയവങ്ങളാലുമുള്ള മ്ലേച്ഛതകൾക്ക് നിങ്ങൾ അടിമപ്പെടുന്നതിനെയാണ് എന്നുള്ളതാണ്. തൻ്റെ നിയന്ത്രണമില്ലാതെ ഭക്ഷണം കഴിക്കുന്നതും അതേപോലെ തന്നെ പിന്നെ തൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുന്നതിനെയുമാണ് ഞാൻ നിങ്ങളിലേറെ ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതാണ്, മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ജീവിതം അത് എൻ്റെ ചോയ്സാണ്, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കുമെന്ന്. എന്നാൽ നമ്മളാരും തിരഞ്ഞെടുത്തിട്ടല്ല കേരളക്കരയിൽ നമ്മുടെ ഒരു ഉമ്മയുടെ ഉപ്പയുടെ മകളായി ജനിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ചോയ്സ് അല്ലായിരുന്നു. നമ്മൾ തീരുമാനിക്കുമ്പോഴല്ല ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നത്. നമ്മൾ തീരുമാനിക്കുമ്പോൾ എവിടെ വെച്ച് മരിക്കണമെന്ന് നമ്മളാരും തീരുമാനിക്കുന്നതല്ല. അത് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഏതുമ്മയുടെ ഏതുപ്പയുടെ മകനായി നമ്മൾ ജനിച്ചിട്ടുണ്ടോ ആ റബ്ബിൻ്റെ തീരുമാനപ്രകാരം തന്നെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമെങ്കിൽ ഇതിനിടയിലുള്ള കാലം മനുഷ്യ നിന്നെ സൃഷ്ടിച്ചിട്ടുള്ള നിന്റെ രക്ഷിതാവിൻ്റെ തീരുമാനപ്രകാരം അവിടുത്തെ നിർദ്ദേശപ്രകാരം ജീവിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് നാളത്തെ സുന്ദരമായ സ്വർഗം നിന്നെ കാത്തിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാവുക. എന്നാൽ ഇന്ന് ലിബറൽ ചിന്താഗതികൾ ഇന്ന് പിന്നെ മനുഷ്യരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ലിബറൽ എന്നുള്ളത് അതൊരു മതമായിക്കൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പലരും തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ ഓരോ മനുഷ്യനെ വിടണമെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനിറങ്ങി എവിടുന്ന് ഞാൻ ഞെരിയാണിക്ക് മേലെ പാൻറ് ധരിക്കുകയും താടി നീട്ടി വളർത്തുകയും അതേപോലെ തന്നെ പർദ്ദ ധരിക്കുകയും നിഖാബിടുകയും ചെയ്യുന്നത് അത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നു, അതെൻ്റെ തീരുമാനമാണ് എന്ന് പറയുമ്പോൾ അതിനാക്ഷേപിക്കുകയും അതിനെ പിന്നെ പഴഞ്ചനാണ് എന്ന് പറയുകയും അതാർക്കോ അടിമപ്പെടലാണ് എന്ന് പറയുകയും സ്വയം ഇഷ്ടപ്രകാരം ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ അതിനാക്ഷേപിച്ചുകൊണ്ട് വിവസ്ത്രകളായിക്കൊണ്ട് നടക്കാൻ അതാണ് തീരുമാനമെന്നും അതാണ് സ്വാതന്ത്ര്യമെന്നും ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. എന്താണോ എനിക്കിന്ന് തോന്നുന്നത് അത് ഞാനായി മാറുന്നു. ഞാനിപ്പോൾ പെണ്ണാകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പെണ്ണാവുകയും സ്ത്രീകൾ പോകുന്ന ഇടങ്ങളിലേക്കൊക്കെ പോവുകയും നീട്ടി വളർത്തിയ താടിയും അതേപോലെ തന്നെ ആണിൻ്റെ എല്ലാവിധ ശാരീരിക പ്രകൃതവും വെച്ചിട്ട് പെണ്ണുങ്ങൾ കയറുന്നിടങ്ങളിലേക്കെല്ലാം കയറുന്നു. എൻ്റെ തോന്നലുകൾ ഇന്ന് ഞാൻ പെണ്ണായിട്ടാണ്. നാളെ ഞാൻ നായയാകണമെന്ന് തോന്നുമ്പോൾ നായയായി ഞാൻ മാറുന്നു എന്നുള്ളതാണ്. നാളെ മറ്റന്നാൾ ഞാൻ പന്നിയാകണമെന്ന് തീരുമാനിക്കുമ്പോൾ അതായി മാറണം എന്നുള്ളതാണ്. എന്താണോ എനിക്ക് തോന്നുന്നത് അതാണ് ഞാനെന്ന് തീരുമാനിക്കുന്നിടത്താണ് ഇന്ന് സമൂഹം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം തോന്നലുകൾക്ക് പിന്നാലെയല്ല ഒരു വിശ്വാസി പോകേണ്ടത്. നേരെ മറിച്ച് ഇത്തരം തോന്നലുകൾ ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിർത്തിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമനുസരിച്ച് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവസാനത്തെ ഏഴാമത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടുള്ളതാണ് കപട വിശ്വാസം എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഹാദിഹിൽ ഉമ്മത്തി കുല്ലു മുനാഫിഖിൻ അലീമിൽ ലിസാൻ എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെട്ടത് നാവ് കൊണ്ട് പണ്ഡിതരായിട്ടുള്ള എല്ലാ കപട വിശ്വാസികളെയുമാണ് എന്നുള്ളതാണ്. പറയുന്നത് പലതുമായിരിക്കും, പക്ഷേ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നിഫാഖ് വെച്ചിട്ടായിരിക്കും അത്തരം ആളുകൾ സംസാരിക്കുന്നുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങളെയാണ് ഭയപ്പെട്ട് അല്ലെങ്കിൽ അവരോടാണ് ചേർത്തു നിൽക്കുന്നത് എങ്കിൽ മദീനയിലേക്ക് എത്തിയത് മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന് ശത്രു രണ്ടാവുകയാണ്. ഒന്ന് മുശ്രിക്കും മറ്റൊന്ന് മുനാഫിഖീങ്ങളുമാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവരാണ് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ തിരിയുന്നത് എന്നും അങ്ങനെ പലരും കൂടി ചേർന്നു എന്നുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം കൊടുക്കുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ വേദന അനുഭവിച്ചതുമൊക്കെ മുനാഫിഖിന്റെ പിന്നെ പ്രവണതയായിരുന്നു, അവൻ ചെയ്ത പണിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നൊക്കെ ചരിത്രം പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ലവലേശം പോലും നിഫാഖില്ലാതെ ആ നിഫാഖിന്റെ അമലുകൾ ജീവിതത്തിൽ ഇല്ലാതെ പൂർണ്ണ മുവഹിദായി മുത്തഖിയായി കൊണ്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടതും നമ്മെ താക്കീത് ചെയ്തതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് നമ്മുടെ ദീനിൽ നിന്നും തെറ്റിച്ചു കളയുന്നതാണ് എന്ന ബോധ്യത്തോടുകൂടി അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവന് വഴിപ്പെട്ട് അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവേ,
ഈ പറയപ്പെട്ടിട്ടുള്ള അപകടങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് നിന്റെ പ്രീതിയോടുകൂടി ജീവിക്കാനും നിന്റെ പ്രീതി അത് നേടിയെടുത്തുകൊണ്ട് മരിക്കാനും നാളെ സ്വർഗത്തിൽ പിന്നെ ഒരുമിച്ച് കൂടാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദിനാ മിനൻ നാർ റബ്ബി ارحمهما كما ربونا صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين والله تعالى أعلم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. والسلام عليكم ورحمة الله وبركاته.